നമുക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ ആണ് കേട്ടോ ഇത്. മെയിൻ ആയിട്ട് മുടി കൊഴിച്ചിലും താരനും കുറയ്ക്കാൻ പറ്റിയ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ ആണ്. അത് മാത്രമല്ല നല്ല രീതിയിൽ മുടി വളരാനും ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 7 ആണ്. അപ്പോൾ നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ചയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു കെരാറ്റിൻ പാക്ക് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് കാണിക്കുമ്പോൾ എത്രത്തോളം അറിയുന്നൊന്നും എനിക്കറിയില്ലെങ്കിലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടാണ്. നമ്മുടെ മുടിയൊക്കെ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ നല്ല ബൗൺസി ഫീലായിരിക്കും നമ്മുടെ മുടിക്ക് ഉണ്ടാവുക. അപ്പോൾ ഞാൻ വേണമെങ്കിൽ നമ്മൾ പാക്ക് തേക്കുന്ന സമയത്ത് ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇവിടുന്ന് കാണിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. പിന്നെ ഞാൻ പാക്ക് ചെയ്തിട്ടിപ്പം മിനിഞ്ഞാന്നായിരുന്നല്ലോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞുകൊണ്ട് തന്നെ ചെറിയ വളവൊക്കെ വന്നിട്ടുണ്ട്. രാത്രി ഞാൻ കെട്ടിവെച്ച് കിടന്നതിൻ്റെ ചെറിയൊരു വളവൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ എന്താ പറയുക, ചലഞ്ചല്ല, നമ്മൾ പാക്ക് ചെയ്തിട്ട് അടുത്ത ദിവസമില്ലേ, അത് നല്ല സൂപ്പർ റിസൾട്ട് ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ തലേ ദിവസം ഈ പാക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളെ മൂന്നാമത്തെ ദിവസത്തെ പാക്ക് ചെയ്തിട്ട് കുറച്ച് ഓയിലി ആയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നല്ല ഓയിലി ഫീൽ തരുന്ന പാക്ക് തന്നെയാണ്. അത് നമ്മുടെ കെരാറ്റിൻ പാക്ക് ചെയ്യുമ്പോൾ മാറിക്കോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് വാട്ടറാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മെയിനായിട്ടും മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ഇന്ന് ഹെയർ ഗ്രോത്ത് വാട്ടർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറമ്പിലേക്ക് വന്നപ്പോൾ തന്നെ എന്തെങ്കിലും പറിക്കാനായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, നമ്മുടെ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് പേരയിലയാണ് കേട്ടോ. അപ്പോൾ ഇനി പേരയില കയ്യിലില്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. പേരയില ഇല്ലാതെയും നമ്മുടെ പാക്ക് ചെയ്യാം. പക്ഷേ പേരയില ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മൾ മുമ്പ് പേരയില ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പേരയില നന്നായിട്ട് സഹായിക്കും കേട്ടോ. പേരയില പാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം, ഹെയർ ഗ്രോത്ത് വാട്ടറായിട്ട്, ഒരു ഹെയർ ഗ്രോത്ത് ഒരു ടോണിക്കായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ഇതിന് മുമ്പ് ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചിങ്ങനെ തളിരിലയില്ലേ, തളിരില കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുറച്ച് മൂത്താണെങ്കിൽ കുഴപ്പമില്ല. തളിരില ഉണ്ടെങ്കിൽ നിങ്ങൾ തളിരില തന്നെ എടുക്കുക. അപ്പോൾ എനിക്കിന്ന് അത്യാവശ്യം തളിരില ഉണ്ട്. അപ്പോൾ ഒരുപാടൊന്നും ആവശ്യമില്ല കേട്ടോ. ഞാനൊരു 5-8 തളിരില എടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മ ഇവിടെ ചൂട് കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. പറമ്പിലേക്ക് വന്ന് ഞാൻ വേർത്ത് ഒഴുകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 5-8 പേരയില നിങ്ങൾ എടുക്കുക, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പേരയില ഇല്ല, പുറമേയൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ പേരയിലേൻ്റെ പൗഡർ നമുക്ക് കിട്ടും. അത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പേരയില ഇല്ലെങ്കിലും നമ്മുടെ ഇന്നത്തെ പാക്ക് നമുക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം പറമ്പിലായതുകൊണ്ട് അത്യാവശ്യം ചീവീടിൻ്റെ ശബ്ദമുണ്ട്, അത് നിങ്ങൾ കാര്യമാക്കരുത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പാക്കിന് ആവശ്യമില്ല, എങ്കിലും ഇതെൻ്റെ കുഞ്ഞൂസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പേരൊക്കെയാണ് നല്ല പഴുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പേരയില ഉപയോഗിച്ചിട്ട് ഇന്നത്തെ ഹെയർ ഗ്രോത്ത് വാട്ടർ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ തയ്യാറാക്കാം. നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പറിച്ചുകൊണ്ട് വന്നിട്ടുള്ള പേരയിലയില്ലേ, അത് ഞാൻ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് പിച്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ അളവിൽ തന്നെ എടുത്താൽ മതി, ഒരുപാട് പേരയിലയുടെ ആവശ്യമൊന്നും നമുക്കില്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇനി പേരയില ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് കരിഞ്ജീരകമാണ്. അപ്പോൾ കരിഞ്ജീരകം 1 സ്പൂൺ അളവിൽ മതി കേട്ടോ, ഒരുപാട് അളവിലൊന്നും നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കരിഞ്ജീരകം നിങ്ങൾ വാങ്ങിച്ചത് അങ്ങനെ തന്നെ ചേർക്കരുത്, കഴുകിയിട്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഞാൻ കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇതിനകത്ത് വേണ്ടത് ചായപ്പൊടിയാണ് കേട്ടോ. 1 സ്പൂൺ നിറച്ചും ചായപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചായപ്പൊടി മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ 1 സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 1 സ്പൂൺ നിറച്ചും ചായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രാമ്പു ആണ് കേട്ടോ, ക്ലോവ് ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു 5-8 ഗ്രാമ്പു ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ലതാണ് കേട്ടോ, നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ നന്നായിട്ട് സഹായിക്കുന്നതാണ്. താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ, മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 5-8 എണ്ണം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത്. ഇനി ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരെണ്ണമൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ ഇന്നത്തെ ഹെയർ ഗ്രോത്ത് വാട്ടർ തയ്യാറാക്കിയാൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 1.5 ഗ്ലാസ് അളവിൽ വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒറ്റ യൂസിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒറ്റ യൂസിനാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം നിങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം
വേഗം പോയിട്ട് ഇത് തിളപ്പിക്കാം. അപ്പോൾ നമ്മളിത് തിളപ്പിക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് തിള വരുന്ന ഒരു സമയം വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലാക്കുക കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം ആ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നമ്മളിത് തിളപ്പിച്ചെടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിന്റെ സത്ത് മൊത്തം നമുക്ക് ആ വെള്ളത്തിൽ കിട്ടുന്ന ആ ഒരു സമയം വരെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അത് ഏകദേശം ഒരു ഗ്ലാസ് ആവുന്ന ആ ഒരു സമയം വരെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ ഏതാണ്ട് ഇപ്പോൾ പാകമായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് നേരമൊക്കെയാണ് കേട്ടോ ഞാൻ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളൊരു തുണി ഉപയോഗിച്ചിട്ട് അരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്കിത് കറക്റ്റായിട്ട് പിഴിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. അരിപ്പയിലൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾ അരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും താരൻ കുറയ്ക്കാനും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ ആണ്. അത് മാത്രമല്ല നമുക്ക് നന്നായിട്ട് മുടി വളരാനും ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് സ്കാൽപ്പിൽ മുടിയിലൊക്കെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഹെയർ ഗ്രോത്ത് വാട്ടർ ഞാനിത് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ. സ്പ്രേ ബോട്ടിൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഉപയോഗിച്ച് തേക്കുകയാണെങ്കിൽ നമുക്ക് തേക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കൈ ഉപയോഗിച്ചിട്ട് തേച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ കുറച്ച് ഓയിൽ തേക്കണം. ഓയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞല്ലോ റിസൾട്ട് കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല റിസൾട്ടാണ് കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടി നല്ല രീതിയിൽ ബൗൺസി ആവുന്ന ഒരു റിസൾട്ട് തന്നെയാണ്. നല്ല ഷൈനിങ് ആണ്. പിന്നെ ഞാൻ ചെയ്തിട്ടിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുടി കെട്ടി വെച്ചതായിട്ടുള്ള വളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളൊരു കെരാറ്റിൻ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസമായിരിക്കും നമുക്ക് അതിൻ്റെ നല്ലൊരു റിസൾട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസം നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ റിസൾട്ടൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ മുടിയിൽ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് തേച്ച് കൊടുക്കുക കേട്ടോ. എൻ്റെ കരിഞ്ജീരക എണ്ണയൊക്കെ ഏകദേശം തീരാറായി. അടുത്തത് തയ്യാറാക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുടിയിൽ അത്യാവശ്യം ഓയിൽ നമ്മൾ തേച്ച് കൊടുക്കണം. കാരണം നമ്മൾ ഇന്നത്തെ ഹെയർ ഗ്രോത്ത് വാട്ടറിൽ പിന്നെ നമ്മൾ പേരയില ചേർത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക ചായപ്പൊടി. അത് രണ്ടും അത്യാവശ്യം നന്നായിട്ട് ഡ്രൈനെസ് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഓയിലൊന്നും നമ്മൾ അതിനകത്തേക്ക് ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓയിൽ നമ്മൾ മുടിയിൽ തേച്ച് കൊടുക്കണം. കെരാറ്റിൻ ചെയ്തിട്ട് മുടി അത്യാവശ്യം ഡ്രൈനെസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ തേക്കണം കേട്ടോ. എനിക്ക് എപ്പോഴും ഇതുപോലെ കെരാറ്റിനൊക്കെ തേച്ചിട്ട് പിന്നെ ഓയിൽ തേക്കാൻ നല്ല മടിയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കെരാറ്റിൻ പാക്ക് ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം മുടിക്ക് ഡ്രൈനെസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഡ്രൈ ഹെയറൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഓയിൽ അത്യാവശ്യം തേച്ചിട്ട് മാത്രമേ അങ്ങനത്തെ പാക്കുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മുടി അത്യാവശ്യം ഡ്രൈ ആയിട്ട് തോന്നുകയാണ്, ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിൽ അല്ലെങ്കിൽ ഹെയർ സെറം എടുത്തിട്ട് മുടിയിൽ തേച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ചിലവർക്ക് എല്ലാവരുടെ ഹെയർ ടൈപ്പ് ഒരുപോലെ ആവണമെന്നില്ല. എൻ്റെ മുടി തന്നെ അത്യാവശ്യം ഡ്രൈനെസ് ഉണ്ട്, പക്ഷേ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രൈനെസ് ആണ്. അപ്പോൾ ചിലവർക്ക് ഡ്രൈ ഹെയറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചീപ്പൊക്കെ വെക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ഡ്രൈനെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ചിലവർക്ക് കേട്ടോ. കാരണം നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. നമ്മൾ തേക്കുന്ന എണ്ണയുടെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അപ്പോൾ ഡ്രൈനെസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ പിന്നെ ഉണങ്ങിക്കഴിഞ്ഞിട്ട് മുടി ഉണങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് ഹെയർ സെറം അല്ലെങ്കിൽ ഓയിൽ തേച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ തേക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഓയിൽ മുടിയിലും സ്കാൽപ്പിലൊക്കെ നിങ്ങൾ തേച്ച് കൊടുക്കുക. അപ്പം ഞാനിത് ഓയിൽ തേച്ചിട്ടുണ്ട്. അത്യാവശ്യം തേക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇത് തേച്ച് കഴിയുമ്പോൾ മുടി പിന്നെയും ഡ്രൈ ആവും. എല്ലാ സമയം നമ്മുടെ മുടി ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് അത്ര നല്ലതല്ല. അപ്പോൾ ഇനി നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ട് തന്നെ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. മുടിയിൽ തേക്കണം നിർബന്ധമൊന്നുമില്ല, മുടിയിൽ തേച്ചുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഓർഡറിലാണല്ലോ പാക്കുകൾ ചെയ്യുന്നത്. ഒരു റുട്ടീൻ ബേസിലാണ് നമ്മുടെ പാക്കുകൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അടുപ്പിച്ച് ഇങ്ങനെ ഡ്രൈനെസ് ഉണ്ടാക്കുന്ന പാക്കുകളൊന്നും ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് നല്ലതല്ല. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മുടെ ചലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ചലഞ്ചിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ തലേ ദിവസം ഓയിലി ഫീലുള്ള പാക്കാണ് ചെയ്യുന്നതെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു കെരാറ്റിൻ പാക്കൊക്കെ സെലക്ട് ചെയ്തിട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ചലഞ്ചാണ് ഈ പാക്കേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മുടി ഒട്ടി പിടിച്ചിട്ടൊക്കെ പോകുന്ന മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ സമയത്ത് തോന്നുന്ന പോലെ ചെയ്യട്ടെ. തോന്നുന്ന പോലെ അല്ല, കെരാറ്റിൻ പാക്കൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ അന്നത്തെ ദിവസം വേറെ പാക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഒരു പാക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ചലഞ്ചിൽ അങ്ങനെ പ്രത്യേകിച്ച് നിർബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. നമുക്ക് എന്താണോ കംഫർട്ട്. ഇപ്പോൾ ഒരു ദിവസം ഒരു പാക്ക് ചെയ്യാൻ പറ്റിയില്ല, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അന്നത്തെ ദിവസം സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അടുത്ത പാക്ക് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഫോളോ ചെയ്യാതിരിക്കരുത്. അപ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ട് തന്നെ നിങ്ങൾ സ്പ്രേ ചെയ്യണം കേട്ടോ. സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമുക്ക് ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് സ്പ്രേ ചെയ്യാൻ വേണ്ടി പറ്റും.
അപ്പോൾ നിങ്ങൾക്ക് താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചലിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ നെറ്റ് കയറൽ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾ നന്നായിട്ട് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കണം. എല്ലായിടത്തും നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ സ്കാൽപ്പിൽ നിങ്ങൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ മുടിയിലേക്ക് സ്പ്രേ ചെയ്താൽ മതി. മുടിയിൽ സ്പ്രേ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ സ്കാൽപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയ രീതിയിലൊരു മസാജിങ് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം നമ്മുടെ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ്. നനഞ്ഞ മുടി ഒരുപാട് മസാജ് ചെയ്യാൻ നിൽക്കരുത്. എങ്കിലും ചെറിയ രീതിയിലൊരു മസാജിങ് കൊടുത്തിട്ട് നമുക്ക് കെട്ടിവെക്കാം. അപ്പോൾ ഇങ്ങനത്തെ പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ചിലർക്കൊരു ഡൗട്ട് ഉണ്ട്, നമ്മളിങ്ങനെ നനഞ്ഞ മുടി കെട്ടിവെച്ചാൽ മുടിക്കായ വരില്ലേ, താരൻ്റെ പ്രശ്നം വരില്ലേ എന്നുള്ളത്. നനഞ്ഞ മുടി കെട്ടിവെക്കുന്നത് അത്ര നല്ലതല്ല. പക്ഷെ നമ്മൾ പാക്ക് ഉപയോഗിച്ചിട്ട് കെട്ടിവെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് നേരം കെട്ടിവെക്കുന്നില്ലല്ലോ. കൂടി വന്നാൽ നമ്മളൊരു 20 മിനിറ്റ്, അതിൽ കൂടുതൽ നമ്മൾ കെട്ടിവെക്കുന്നില്ല. അതുകൊണ്ട് പാക്ക് ഉപയോഗിച്ചിട്ട് കെട്ടിവെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ പാക്ക് തേച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരമൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് 15 മിനിറ്റ് നേരം വെക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഒരുപാട് നേരം തണുപ്പൊക്കെ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകുന്നതുകൊണ്ടും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ വേറെ ഷാമ്പോ താളിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകണം. കാരണം നമ്മൾ ചായപ്പൊടി ഉപയോഗിച്ച കാരണം അതിൻ്റെ ഒരു സ്റ്റെയിൻ ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ മുടിയിൽ നിന്ന് കറക്റ്റായിട്ട് പോകുന്ന ആ ഒരു സമയം വരെ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് കഴുകിയെടുക്കണം. ബക്കറ്റ് ഹെയർ വാഷ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ കഴുകാട്ടോ. കാരണം അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഒലച്ച് കഴുകൂലേ, അങ്ങനെ കഴുകുന്ന സമയത്ത് നമ്മുടെ മുടിയിലുള്ള പാക്കൊക്കെ കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. ആ രീതിയിൽ നിങ്ങൾ കഴുകിയെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കഴുകുന്നത് കാണിക്കുന്നില്ല. ഞാൻ പറഞ്ഞു തന്നല്ലോ എങ്ങനെയാണ് കഴുകേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വേറെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കഴുകുന്ന ദിവസമാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വെറുതെ വെള്ളത്തിൽ കഴുകുന്ന ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാത്തത്. അപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ പാക്കൊക്കെ തേച്ചിട്ട് കുറച്ച് സമയം വെക്കാൻ പറ്റുമെങ്കിൽ വെച്ചിട്ട് നിങ്ങൾ വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചലഞ്ചിലെ 7ാമത്തെ ദിവസം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. പിന്നെ 8ാമത്തെ ദിവസം നമ്മൾ മുടിയിൽ പാക്കുകളും കാര്യങ്ങളൊന്നും ചെയ്യാത്ത ദിവസമാണ്. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല. പാക്കുകളും കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും കാര്യമായിട്ട് തന്നെ നിങ്ങൾ ചെയ്തു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചലഞ്ച് ചെയ്യാത്തവർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ നിങ്ങൾക്ക് ആഴ്ചയിൽ 2 തവണയോ 3 തവണയൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഹെൽത്തി ആയിട്ടൊരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും മുടി കൊഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും പുതിയ മുടികൾ വളരാനും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തയ്യാറൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. എടുത്ത് വെക്കണമെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമുക്കിത് പുറത്ത് വെച്ചിട്ട് അധികം നാൾ നമുക്കിത് വെക്കാൻ വേണ്ടി പറ്റില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരാഴ്ചയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് വെച്ച് ഉപയോഗിക്കണമെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഹെയർ ഗ്രോത്ത് വാട്ടർ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.